إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الذين آمنوا هل أدلكم على تجارة تنجيكم من عذاب أليم تؤمنون بالله ورسوله وتجاهدون في سبيل الله بأموالكم وأنفسكم ذلكم خير لكم إن كنتم تعلمون. ആദരണീയരായ സത്യവിശ്വാസികളെ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ നാഥൻ അങ്ങനെ ഇഷ്ടപ്പെടുന്ന അടിമകളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, സത്യവും അസത്യവും എന്നും നേർക്കുനേർ എതിരായി പ്രവർത്തിച്ചിട്ടേ ഉള്ളൂ. ചില സമയങ്ങളിൽ സത്യം ജയിക്കുകയും ചില സമയങ്ങളിൽ അസത്യത്തിന് ചെറിയ മേൽക്കൈ നേടിക്കൊടുക്കുകയും ചെയ്യും. എന്നാൽ എല്ലായ്പ്പോഴും പര്യവസാനം വിജയം സത്യത്തിനായിരിക്കും. വലാ യദൂമുൽ ബാത്തിൽ ഒരിക്കലും നിലനിൽക്കുകയില്ല എന്നാണ് അല്ലാഹു തആല പറഞ്ഞു. ബൽ നക്ദിഫു ബിൽ ഹഖ് അലൽ ബാത്തിൽ ഫയദ്മഉഹു ഫഇദാ ഹുവ സാഹിഖുൻ വലകുമുൽ വൈലു മിമ്മാ തസിഫൂൻ. സൂറത്തുൽ അംബിയായിലെ 18-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നു, എന്നാൽ നാം സത്യമായുള്ളത് കൊണ്ട് അസത്യമായുള്ളതിന് മേൽ എറിയുന്നു, അപ്പോൾ അതിനെ തകർത്ത് കളയുന്നു. അപ്പോഴേക്കും അത് നാമാവശേഷമായി പോകുന്നു. നിങ്ങൾ പറഞ്ഞു വരുന്നത് നിമിത്തം നിങ്ങൾക്ക് നാശം. പലപ്പോഴും സത്യത്തെ അസത്യം കൊണ്ട് മറച്ചു വെക്കാൻ ശ്രമിക്കാറുണ്ട്. നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ, ഈ ഒരു സാഹചര്യത്തിൽ ഏറെ അസത്യങ്ങൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു. ആ അസത്യങ്ങൾക്കെതിരെ സത്യത്തിന്റെ പാതയിൽ നമ്മൾ നിലകൊള്ളേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഈ ഒരു സമയത്ത്, ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു സാഹചര്യത്തിൽ
ഇസ്ലാമിനെ സംരക്ഷിക്കുവാനും ആ ഇസ്ലാമിനെ സംരക്ഷിക്കുന്നവർക്ക് പ്രാർത്ഥനകൾ കൊണ്ട് അവരെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇസ്ലാമിന് വേണ്ടി പ്രതിരോധിക്കുക. ഇന്ന ദിഫാഅ അൻ ബിലാദിൽ ഇസ്ലാം വദ്ദബ അൻ അർവാഹിൽ മുസ്ലിമീൻ വഅംവാലിഹിം മിനൽ ജിഹാദി ഫീ സബീലില്ലാഹ് الذي هو ذروة الأسلام الذي هو ذروة السلام الإسلام وقد رتب الله عليه الأجور العظيمة ووعد أهله بالدرجات الرفيعة لمن أخلص لله تعالى بجهاده. സഹോദരങ്ങളെ, ദീനുൽ ഇസ്ലാമിന് വേണ്ടിയിട്ടും ആ ഇസ്ലാമിക രാഷ്ട്രങ്ങളെ ശത്രുക്കളിൽ നിന്ന് പ്രതിരോധിക്കുവാനും മുസ്ലിങ്ങളുടെ ആത്മാക്കൾക്കും ശരീരത്തിനും അവരുടെ സമ്പത്തിനും അവരുടെ മക്കൾക്കും അവരുടെ കുടുംബത്തിനും വേണ്ടിയിട്ടും ശത്രുക്കളിൽ നിന്ന് പ്രതിരോധിക്കുകയും കാവൽ നിൽക്കുകയും ചെയ്യുന്ന മുറാബിത്യങ്ങളായിട്ടുള്ള ഇസ്ലാമിനെ സംരക്ഷിക്കുന്ന രാത്രിയും പകലിലും അതിനുവേണ്ടി സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന മുജാഹിദീങ്ങളായിട്ടുള്ള നമ്മുടെ സേനകൾ, അതിനുവേണ്ടി അഹോരാത്രം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഹോസ്പിറ്റലുകളിലും മറ്റുമൊക്കെയായിട്ടും അതിന് പല സഹായങ്ങളും സഹകരണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, ഇവരെല്ലാവരും ഇസ്ലാമിന്റെ സേവനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. ഇവരെല്ലാവരും മുസ്ലിങ്ങളുടെ ആത്മാഭിമാനത്തിനും അവരുടെ ശരീരത്തിനും അവരുടെ രക്തത്തിനും വേണ്ടിയിട്ട് അഹോരാത്രം പ്രയത്നിക്കുന്നവരാണ്. അവർക്കൊക്കെയും അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള മഹത്തായ പ്രതിഫലമുണ്ട് എന്ന് അല്ലാഹു തആല ഉണർത്തുന്നു. സൂറത്ത് സഫിലെ 10-ാമത്തെയും 11-ാമത്തെയും വചനത്തിൽ നമുക്കത് കാണാൻ കഴിയും. ഏതെങ്കിലും ഒരു ഭാഗത്തുകൂടെ ഏതെങ്കിലും ഒരു ഭാഗത്തെങ്കിലും ദീനുൽ ഇസ്ലാമിനെ വേണ്ടിയിട്ട് പ്രതിരോധിക്കുവാനോ അല്ലെങ്കിൽ വിശ്വാസികളുടെ ആത്മാഭിമാനത്തിനും അവരുടെ ശരീരത്തിനും അവരുടെ ധനത്തിനുമൊക്കെ സംരക്ഷണം നൽകുന്ന രൂപത്തിൽ ആ പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും ഒന്നിലെ നമ്മൾ പങ്കാളികളാകുകയാണെങ്കിൽ ഈ പറയപ്പെടുന്ന ആയത്തിൽ നമ്മളും ഉൾപ്പെടുന്നു എന്നർത്ഥം. യാ അയ്യുഹല്ലദീന ആമനൂ ഹൽ അദുല്ലുകും അലാ തിജാറ, സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് ഒരു തിജാറത്തിനെ പറ്റി, ഒരു കച്ചവടത്തെ പറ്റി ഞാൻ അറിയിച്ചു തരട്ടെയോ? തുൻജീകും മിൻ അദാബിൻ അലീം, നരകശിക്ഷയിൽ നിന്ന് നിങ്ങളെ കാത്തുരക്ഷിക്കുന്ന ഒരു കച്ചവടം. ഏതാണ് ആ കച്ചവടം? വളരെ വളരെ എളുപ്പമുള്ള കച്ചവടമാണ്. നമ്മുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന കച്ചവടം. തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിന്റെ ദൂതനിൽ വിശ്വസിക്കുക, ഒന്നാമത്തെ കാര്യം. വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലികും വഅൻഫുസികും, നിങ്ങളുടെ ധനം കൊണ്ടും നിങ്ങളുടെ ശരീരം കൊണ്ടും നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുക. കാര്യങ്ങളാ പറഞ്ഞത്, നരകത്തിൽ രക്ഷപ്പെടാൻ. ഒന്നാമത്തെ കാര്യം അൽ ഈമാനു ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിന്റെ റസൂലിനും ഈമാൻ ഉണ്ടാവുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുക. കൈഫ നുജാഹിദ്, എങ്ങനെ നമുക്ക് ജിഹാദ് ചെയ്യാം? ബി അംവാലിന, നമ്മുടെ ധനം കൊണ്ട് ചെയ്യാം. നതസദ്ദഖ്, സദഖ ചെയ്യാം. മാല് കൊണ്ട് ഏതൊക്കെ വജ്ഹിലൂടെ, ഫീ അയ്യി വജ്ഹിൻ നുരീദ്, ഏതൊരു മാർഗത്തിലൂടെയും ധനം കൊണ്ട് നമുക്ക് അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാം. ഏതൊക്കെ രൂപത്തിൽ സഹായിക്കാൻ കഴിയോ അങ്ങനെയൊക്കെ സഹായിക്കാം. വൽവജ്ഹു الثاني, രണ്ടാമത്തെ മാർഗ്ഗം അല്ലാഹു തആല പറഞ്ഞു അൻഫുസികും ബിനുഫൂസിന, നമ്മുടെ ശരീരം കൊണ്ട്, നമ്മുടെ ശരീരം കൊണ്ട് ജിഹാദ് ചെയ്യാം. അങ്ങനെയൊക്കെ ജിഹാദ് ചെയ്ത് എങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ ശരീരം കൊണ്ട് ജിഹാദ് ചെയ്യാം? നമ്മുടെ ജോലി സംബന്ധമായ രൂപത്തിൽ ജിഹാദ് ചെയ്യാം. ഒരു നേഴ്സോ അല്ലെങ്കിൽ ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഖത്തീബ്മാരോ ഇമാമുമാരോ ഒക്കെ
ആളുകൾ അവർക്ക് അതിൻ്റെതായ രൂപത്തിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഏതെങ്കിലും രൂപത്തിൽ അതിനോട് സഹകരിക്കാൻ കഴിയുകയാണെങ്കിൽ സഹകരിച്ചുകൊണ്ട് നമുക്കതിൽ ആ ജിഹാദിന്റെ മാർഗത്തിൽ നമുക്ക് ഏർപ്പെടാം. അത്തരം ആളുകൾക്കൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ഫضലുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ഹദീസിൽ കാണാൻ കഴിയും. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ഫിൽ ജന്നതി മിഅത ദറജ. സ്വർഗ്ഗത്തിന്റെ കാര്യം പറയുന്നിടത്ത് റസൂലുള്ളാഹി പറഞ്ഞു തരികയാണ്, സ്വർഗ്ഗത്തിലെ മിഅത ദറജ 100 സ്ഥാനങ്ങളുണ്ട്, 100 ദറജകളുണ്ട്, പദവികളുണ്ട്. ആ 100 പദവികൾ അല്ലാഹു തആല ഒരുക്കി വെച്ചിരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ലിൽ മുജാഹിദീൻ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ജിഹാദ് ചെയ്യുന്നവർക്ക്. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ജിഹാദ് ചെയ്യുന്നവർക്ക് അല്ലാഹു തആല 100 ദറജ അഅദ്ദഹ അല്ലാഹു തആല ഒരുക്കി വെച്ചിരിക്കുന്നു. റവാഹുൽ ബുഖാരി, ബുഖാരി റഹ്മത്തുള്ളാഹി ഉദ്ധരിച്ച ഹദീസാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയും, ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, അർരിബാതു ഇൻദി അസ്ലുൽ ജിഹാദ് വഫർഉഹു. റിബാത്ത് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്കും ഇസ്ലാമിന് വേണ്ടി സംരക്ഷണത്തിന് വേണ്ടിയിട്ട് രാത്രി ഉറക്കമിളച്ചുകൊണ്ട് അവർക്ക് വേണ്ടി സജ്ജമായി നിൽക്കുന്നതിന് അത് ജിഹാദിന്റെ ഒരു ഭാഗമാണ് എന്ന് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി പറയുകയാണ്. നമ്മളിപ്പോൾ സമാധാനത്തോടു കൂടി ഈ നാട്ടിൽ കഴിയുന്നുണ്ട് എങ്കിൽ അന്ന മിൻ വറാഇന അബ്താലൻ മുറാബിതീന അലാ അംനികും വറിആയതികും മിൻ ഖുവാത്തിൽ ജയ്ശ് വദ്ദാഖിലിയ്യ ومن رجال الإطفاء والصحة وكل من يحتاج إليهم هذه الظروف بذلوا أرواحهم لنصرة بلادنا واسترخصوا محجهم لأمن ديننا وعقيدتنا. ഈ രൂപത്തിൽ നമ്മൾ ഇവിടെ കഴിഞ്ഞു കൂടുന്നുണ്ടെങ്കിൽ സമാധാനത്തോടെ ബിസലാമിൻ വഅംനിൻ നഈശു ഫീ ബിലാദിന, നമ്മുടെ ഈ നാട്ടിൽ സമാധാനത്തോടെയും സലാമോടെയും സുരക്ഷിതത്തോടെയും ജീവിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ പിന്നില് ധാരാളം ആളുകള് ഉറക്കമൊഴിച്ചുകൊണ്ട് അവർ ഉറങ്ങുന്നില്ല. അവർ നമുക്ക് വേണ്ടി സംരക്ഷണത്തിന്റെ പാതയിലാണ്. അത്തരം ആളുകൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇന്ന് സമാധാനത്തോടുകൂടെ ഇവിടെ ജീവിക്കുന്നത്. നമ്മുടെ മക്കളോടുകൂടെയും നമ്മുടെ ധനത്തോടുകൂടെയും ഒക്കെ ജീവിക്കുന്നത് അത്തരം ആളുകൾ ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അത്തരം പ്രവർത്തനങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹു തആല നമുക്ക് ധാരാളം പ്രതിഫലം നൽകുന്നുണ്ട്. അതിന്റെ ഏതെങ്കിലും മാർഗത്തിൽ നമ്മളെ ചെലവഴിക്കുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല റിബാതു യൗമിൻ ഫീ സബീലില്ലാഹ് ഖൈറും മിനദ് ദുനിയ വമാ അലൈഹാ. റിബാത്ത് യൗം, ഒരു ദിവസം ദീനിന്റെ മാർഗത്തിൽ നമ്മൾ ചെലവഴിക്കുകയാണെങ്കിൽ, ജിഹാദിന്റെ മാർഗത്തിൽ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ അള്ളാഹുവിന്റെ മാർഗത്തിൽ അവരുടെ ധനത്തെയും അവരുടെ സമ്പത്തിനെയും സംരക്ഷിക്കുവാൻ വേണ്ടി ഒരു ദിനത്തിൽ നമ്മൾ കാവൽ നിൽക്കുകയാണെങ്കിൽ, സംരക്ഷിക്കുകയാണെങ്കിൽ, ഖൈറും മിനദ് ദുനിയ വമാ അലൈഹാ, ദുനിയാവിനേക്കാളും അതിലുള്ളതിനേക്കാളും കൂടുതൽ പ്രതിഫലം നമുക്കുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. മറ്റൊരു വചനത്തിൽ റസൂലുള്ളാഹി പറഞ്ഞു, റിബാതു യൗമിൻ വലൈലത്തിൻ, ഒരു രാത്രിയും ഒരു പകലും അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ റിബാത്ത് നടത്തുകയാണെങ്കിൽ, മുസ്ലിങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ, ഖൈറുൻ മിൻ സിയാമി ശഹ്രിൻ വഖിയാമി. റവാഹു മുസ്ലിം. ഒരു മാസം നോമ്പനുഷ്ഠിച്ച് രാത്രി നമസ്കരിക്കുന്നതിനേക്കാൾ ഖൈറാണ് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ റിബാത്ത് നടത്തുക എന്നുള്ളത് എന്നാണ്. മുസ്ലിങ്ങൾക്ക് സംരക്ഷണം ഏർപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് നിലകൊള്ളുക എന്നുള്ളത്. അത് മാത്രമല്ല, ومن فضلهم
അവരുടെ ഫളൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ കുല്ലു മയ്യിത്തിൻ യുഖ്തമു അലാ അമലിഹി. ഓരോ മയ്യിത്തും ഓരോ മനുഷ്യന്മാരും അവരുടെ അവസാനത്തെ പ്രവർത്തനം കൊണ്ടാണ് രേഖപ്പെടുത്തി വെക്കപ്പെടുന്നത്. ഇല്ലൽ മുറാബിത്ത്, ഇസ്ലാമിന് വേണ്ടി സംരക്ഷിക്കുന്ന സംരക്ഷകരെ, ഫഇന്നഹു യൻമു ലഹു അമലുഹു ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെ യൻമു ലഹു അമലുഹു, അയാളുടെ പ്രവർത്തനത്തെ അല്ലാഹു തആല വളർത്തിക്കൊണ്ടുവന്നേയിരിക്കും. അവനെ വയുഅമ്മനു മിൻ ഫത്താനിൽ ഖബർ, ഖബറിന്റെ ശിക്ഷയിൽ നിന്നും അയാൾ രക്ഷപ്പെടും. എന്തൊക്കെ ഫളലുകളാണ് അയാൾക്കുള്ളത്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഗസ്വത്ത് ഹുനൈൻ യുദ്ധത്തിന്റെ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞു, മയ്യഹ്റുസുന ലൈല, ഈ രാത്രി ആരാണ് നമുക്ക് ഹാരിസായി നിൽക്കുക, കാവലായി നിൽക്കുക? فقال انس بن ابي مرصد الغنمي رضي الله عنه, മർസദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന യാ റസൂലല്ലാഹ് ഫഹറസഹു ഇല الصباح, രാവിലെ വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സൈന്യത്തിന് വേണ്ടിയിട്ട് മർസദ് റളിയല്ലാഹു അൻഹു, അബൂൽ മർസദ് റളിയല്ലാഹു അൻഹു ഹാരിസായി നിലകൊണ്ടു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഖാല ലഹു റസൂലുള്ളാഹ് ഹൽ നസലത് അല്ലൈല, രാത്രി എന്തൊക്കെ സംഭവിച്ചത്? രാത്രി എന്താ ഉണ്ടായത്? എന്തെങ്കിലും ഇറങ്ങിയോ? രാത്രി എന്തെങ്കിലും ഇറങ്ങിയോ? അദ്ദേഹം പറഞ്ഞു, ഖാല ലാ ഇല്ലാ മുസല്ലിയൻ ഔ ഖാദിയൻ ഹാജ, ഞാൻ നമസ്കരിച്ചുകൊണ്ട് എന്റെ ആവശ്യങ്ങൾ നിർവഹിച്ചുകൊണ്ടാണ് രാത്രി ഞാൻ ചിലവഴിച്ചത്. ഈ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ഔജബത് ഫലാ അലൈക അല്ലാ തഅമല ബഅദഹാ, അനക്കദാ നിർബന്ധമായി, ഫലാ അലൈക അല്ലാ തഅമൽ ബഅദഹാ, പ്രവർത്തിക്കേണ്ട ആവശ്യം നിനക്കില്ലാത്ത പോലെ നിനക്കിതാ സ്വർഗ്ഗം നിർബന്ധമായിരിക്കുന്നു. ഐ ഇന്നക അമിൽത അമലൻ അസീമൻ ഔജബ ലകൽ ജന്ന, റവാഹു അബൂ ദാവൂദ്. നിനക്കിതാ സ്വർഗ്ഗം നിർബന്ധമായിരിക്കുന്നു, നിനക്കിതിന് ശേഷം ഒരു പ്രവൃത്തി ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് ഫളൽ. ഹദാ ഹുവ ഫളലുൽ ഇബാദ്. സഹോദരങ്ങളെ, ഈ രൂപത്തിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അല്ലാഹു തആല അവരുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് സ്വീകരിക്കുമാറാവട്ടെ. ഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله حمدا وشكر لله شكر رسول الله نبينا محمد وعلى آله وصحبه أجمعين. أوصيكم ثانيا بتقوى الله. ഉണർത്തുകയും വസിയ്യത്ത് ചെയ്യുകയാണ്. അതിനെ നഷ്ടപ്പെടുന്ന ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഇതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ മുസ്ലിങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട്, മുസ്ലിങ്ങളുടെ പ്രയാസങ്ങൾ നീക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു മാർഗത്തിൽ നമുക്ക് ആ ഒരു ജിഹാദിന്റെ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗവാക്കാകുവാൻ സാധിക്കുകയാണെങ്കിൽ ആ ഒരു രൂപത്തിലുള്ള ഫളലും ശ്രേഷ്ഠതയും പിന്നെ ജസാവും പ്രതിഫലവും നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നത്, അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാൽ സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഐനാനി ലാ തമസ്സുഹുമ അന്നാർ, രണ്ട് കണ്ണുകൾ, ആ രണ്ട് കണ്ണുകളെ നരകം സ്പർശിക്കുകയില്ല. ഒന്ന് ഐനുൻ ബകത് മിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹനെ ഭയപ്പെട്ട് കരഞ്ഞ കണ്ണുകൾ. രണ്ടാമതൊരു കണ്ണെന്ന് പറയുന്നത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉറക്കമൊഴിച്ച കണ്ണുകൾ. ആ കണ്ണുകളെയും നരകം സ്പർശിക്കുകയില്ല. ഏതെങ്കിലും ഒരു മാർഗത്തിൽ, ഏതെങ്കിലും ഒരു ഡോക്ടറെ സംബന്ധിച്ചാണെങ്കിൽ, ഒരു നേഴ്സിനെ സംബന്ധിച്ചാണെങ്കിൽ,
ഇത്തരം ഒരു പ്രയാസങ്ങളിൽ ഉറക്കമൊഴിച്ചുകൊണ്ട് അതിനു വേണ്ടി പ്രയത്നിക്കുകയാണെങ്കിൽ അവരുടെ നിയ്യത്ത് അതാണെങ്കിൽ എല്ലാ പ്രവർത്തനവും നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ പ്രവർത്തനം നടത്തുമ്പോ അള്ളാന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ നമുക്ക് ജസാ നിർബന്ധമായിരിക്കും, പ്രതിഫലം നമുക്ക് കിട്ടും. അതുകൊണ്ട് നിയ്യത്തെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതാണ് ഏതെങ്കിലും ഒരു രൂപത്തിൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ഉറക്കമൊഴിച്ചാൽ അതിന്റെ ഫള് നമുക്ക് കിട്ടും. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ നഫസ അൻ മുഅ്മിനിൻ ഖുർബതൻ മിൻ ഖുറബി ദുനിയ, ദുനിയാവിലെ എന്തെങ്കിലും പ്രയാസങ്ങളെ ലഘൂകരിക്കുവാൻ വേണ്ടിയിട്ട് ഒരു വിശ്വാസി ഇറങ്ങി പുറപ്പെട്ടാൽ, വിശ്വാസി അയാൾ പ്രയാസം ദൂരീകരിച്ചു കൊടുക്കുകയാണെങ്കിൽ നഫസല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ, ദുനിയാവിലെ പ്രയാസങ്ങൾ ചെറുതാ, പരലോകത്തിലെ പ്രയാസമാണ് ഏറ്റവും വലിയ പ്രയാസം. അല്ലാഹു തആല ദുനിയാവിലെ ഒരു വിശ്വാസിയുടെ പ്രയാസത്തെ ദൂരീകരിച്ചു കൊടുക്കുകയാണെങ്കിൽ അല്ലാഹു അവിടുത്തെ പ്രയാസം ദൂരീകരിച്ചു കൊടുക്കും. അതാണ് ഖുർബുൻ അദീം, ഭയാനകരമായ ഭയങ്കരമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുന്ന ദിനമാണ് യൗമുൽ ഖിയാമ. ദുനിയാവിലെ ചെറിയ പ്രയാസങ്ങൾ, അംറുൻ യസീർ, വളരെ ചെറിയ പ്രയാസങ്ങൾ നമ്മൾ നഫസ അൻ മുഅ്മിനിൻ ഖുർബതൻ മിൻ ഖുറബി ദുനിയ, ദുനിയാവിലെ ചെറിയ ഐസറായിട്ടുള്ള യസീറായിട്ടുള്ള ചില പ്രയാസങ്ങൾ നമ്മൾ നീക്കി കൊടുക്കുകയാണെങ്കിൽ അല്ലാഹു തആല ഒമ്പിച്ച പ്രതിഫലമാണ് നമുക്ക് നൽകുന്നത്. ഉമയ്യസ്സറ അലാ മുഅസ്സിരിൻ, ഒരു പ്രയാസം ഉണ്ടാക്കുന്ന ആൾക്ക് എളുപ്പം ഉണ്ടാക്കി കൊടുത്താൽ യസ്സറല്ലാഹു അലൈഹി ഫി ദുനിയ വൽ ആഖിറ, ദുനിയാവിലെയും പരലോകത്തിലെയും പ്രയാസങ്ങൾ അല്ലാഹു തആല എളുപ്പമാക്കി കൊടുക്കും. വമൻ സതറ മുസ്ലിമൻ സതറഹു അല്ലാഹു ഫി ദുനിയ വൽ ആഖിറ, ഒരാളുടെ ന്യൂനത, ദുനിയാവിലെ ഏതെങ്കിലും ന്യൂനതകൾ അയാൾക്ക് വിശ്വാസം മറച്ചു വെക്കുകയാണെങ്കിൽ അല്ലാഹു തആല പരലോകത്തും ദുനിയാവിലെയും അദ്ദേഹത്തിന്റെ ന്യൂനതകൾ അല്ലാഹു തആല മറച്ചു വെക്കും. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീ. ഒരു വിശ്വാസം, ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ സഹായം ആവശ്യമുള്ളവനാണ്. നമുക്ക് അല്ലാഹുവിന്റെ സഹായം വേണം, നമുക്കത് ലഭിക്കണോ, നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സഹോദരനെ സഹായിക്കണം. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീ. റവാഹു മുസ്ലിം. അഖൂലു മാ തസ്മഊൻ. അല്ലാഹുവേ, നിങ്ങളുടെയൊക്കെ എല്ലാ ഭാഗങ്ങളിലും പുറത്തു മാപ്പാക്കി നൽകുന്ന റഹ്മാനായ ഇന്ന് മരണപ്പെട്ടവരുടെ ബന്ധുമിത്രാദികൾ, മാതാപിതാക്കൾ, കുടുംബാംഗങ്ങൾ, സഹോദര സഹോദരന്മാർ എല്ലാവരുടെയും ഭാഗങ്ങളിലും പുറത്തു കൊടുക്കുന്ന റഹ്മാനായ അവരെ ഞങ്ങൾ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുന്ന റഹ്മാനായ, ഖബർ ശിക്ഷയും നരകശിക്ഷയും കാത്തുരക്ഷിക്കുന്ന റഹ്മാനായ, അല്ലാഹുവേ വിശാലമാക്കി നൽകുന്ന റഹ്മാനായ, ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും എളുപ്പപ്രദാനം ചെയ്യുന്ന റഹ്മാനായ, ലോകം കൊണ്ട് പ്രയാസപ്പെടുന്നവർ രോഗങ്ങൾ ശിഫയാക്കി നൽകുന്ന റഹ്മാനായ, ഞങ്ങളുടെ മനസ്സിലുള്ള സ്വാലിഹായ ആഗ്രഹങ്ങൾ ഖൈറായതിനെ ഞങ്ങൾക്ക് നൽകും, ഷർറായതിനെ പരിവർത്തിച്ച് നൽകുകയും ചെയ്യുന്ന റഹ്മാനായ, അല്ലാഹുവേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഐക്യവും ഇണക്കവും സ്നേഹവും നിലനിർത്തി അനുഗ്രഹിക്കുന്നതാണ് റഹ്മാനായ, ബർക്കത്ത് പ്രദാനം ചെയ്യുന്ന റഹ്മാനായ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجر والدينا من النار، اللهم اجر والدينا من النار. اللهم انصر اخوان المسلمين في كل مكان، اللهم انصر اخوان المسلمين في كل مكان، اللهم انصر اخواننا في فلسطين، اللهم انصرهم نصرا كاملا. اللهم احفظ الكويت، اللهم احفظ الكويت واهلها من كل شر ومكروه، اللهم احفظ الكويت واهلها من كل شر ومكروه. اللهم هون علينا واجعل هذا البلد آمنا مطمئنا سخاء رخاء وسائر بلاد المسلمين. اللهم وفق أميرنا وولي عهده لهداك، واجعل عملهما في رضاك، وألبسهما ثوب الصحة والعافية والإيمان يا ذا الجلال والإكرام. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم، واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.